മൂന്നാമത്തെ ഞെക്കി കൊടുത്താൽ LED മാറി. ഒന്നും കൂടെ അതുപോലെ ചെയ്താൽ ഇത് മാറും. എല്ലാ LED മാറി കഴിഞ്ഞത് ഓഫായി പോയി. ഇനി നമുക്ക് 2 LED ഒരുമിച്ച് കത്തണമെങ്കിൽ എന്ത് ചെയ്യാം? ഈ രണ്ടാമത്തെ സ്വിച്ച്, അതായത് ഇത് 14. ഇപ്പോൾ ഇതിനായിട്ട് നമ്മൾ ഇങ്ങനത്തെ ഒരു PCB ആണ് എടുത്തത്. ഇതിങ്ങനെ ഒരു ലൈനുള്ള PCB ആണ്. അപ്പോൾ നമ്മൾ IC ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ സെൻറ്റർ ഇങ്ങനെ ICൻ്റെ എല്ലാ പിന്നും പിന്നെ സെൻറ്റർ കട്ട് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഇത് ഷോർട്ട് ആവുമല്ലോ. പിന്നെ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കട്ട് ചെയ്തിട്ടുള്ളത്. നമ്മൾ ICൻ്റെ എല്ലാ പിന്നുകളും നല്ലപോലെ ബെൻഡാക്കി വെച്ചിട്ടുണ്ട്. ഇതൊരു IC ആണ്, 74HC595 എന്നൊരു IC ആണ്. ഇത് ഉപയോഗിച്ചൊരു 8 സ്വിച്ചാണ് നമ്മൾ ഉണ്ടാക്കാൻ നോക്കുന്നത്. ഇതിൻ്റെ LED പറ്റി ഒരുപാട് വീഡിയോ നമ്മൾ കണ്ടിട്ടുണ്ടാകും. എന്നാൽ ഇതൊരു സ്വിച്ചായി വർക്ക് ചെയ്യുന്ന ഒരു വീഡിയോ ആദ്യമായിട്ടായിരിക്കും. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് ഈ ഒരു IC വേണം, ഇതുപോലുള്ള IC സ്റ്റാൻഡ് വേണം. 8 പിന്നുള്ളതിനെ ചോദിച്ച് വാങ്ങണം. ഇത് നമുക്ക് IC ഇതിൽ സോൾഡർ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. പിന്നെ ഒരു NPN ട്രാൻസിസ്റ്റർ വേണം. ഇതുപോലെ 4 സ്വിച്ച് വേണം. 10Kയുടെ 4 ട്രാൻസിസ്റ്റർ വേണം. റെസിസ്റ്റർ വേണം. ഇത്രയും വേണ്ടിയുള്ള നമുക്ക് സാധനങ്ങൾ. പിന്നെ അതുപോലെ തന്നെ PCB വേണം. അപ്പോൾ ഈ വീഡിയോ ആദ്യ അവസാനം വരെ കാണുക, അപ്പോൾ ഇത് പൂർണ്ണ രൂപം കിട്ടുള്ളൂ. ഈ IC ഉപയോഗിച്ചിട്ടൊരു സ്വിച്ചിങ് നല്ല ഇതാണ്, റിമോട്ടിനൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. പല ഉപയോഗങ്ങൾക്കും മോട്ടർ, അതുപോലെ തന്നെ ബസർ, LED ലൈറ്റൊക്കെ പ്രവർത്തിക്കുക. ഇത്തരത്തിലുള്ള ഒരു വീഡിയോ ആണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ കാണാം. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ കണക്ഷനുകളൊക്കെ പൂർത്തിയായിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെയൊക്കെയാണ് കണക്ഷൻ എന്ന് നോക്കാം. നമ്മളിവിടെ IC ഇവിടെ സോൾഡർ ചെയ്ത്, ഇതിൽ ഈ ICൻ്റെ സ്റ്റാൻഡാണ് ആദ്യം നമ്മൾ സോൾഡർ ചെയ്തത്. പിന്നീട് ICക്ക് ഇറക്കി കൊടുത്തിട്ടുണ്ട്. ഈ ICൻ്റെ 1-ാം നമ്പർ പിന്നെ എന്ന് പറയുമ്പോൾ ഇവിടെ ഈ 2 കട്ടിങ് ആണ്. ഈ സൈഡിലുള്ള കട്ടിങ് വരുന്നത് 1. അങ്ങനെ 1 മുതൽ ഇവിടേക്ക് എത്തുമ്പോഴേക്ക് ഈ മേലുള്ള പിന്ന് 16 അങ്ങനെ 16 പിന്നുള്ളത്. അത് നമുക്ക് എങ്ങനെയൊക്കെയാണെന്നുള്ളത് നോക്കാം. IC ഇവിടെ സോൾഡർ ചെയ്തതിൻ്റെ ശേഷം നമ്മൾ ഇതിവിടെ എങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ICൻ്റെ പിന്ന് ഡയറക്റ്റ് ആവുമല്ലോ. അതിനെക്കൊണ്ട് ഇതിൻ്റെ അടിയിൽ ഈ പ്രിൻ്റൊക്കെ ഇങ്ങനെ കട്ടാക്കിയിട്ടുണ്ട്. അതുപോലെ LED, ഈ IC-മെന്ന് വരുന്ന LED വരുന്ന ലൈനാണിത്. അത് നമ്മളിവിടെ ഗ്രൗണ്ടും പോസിറ്റീവും ഒരുമിച്ച് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതും ഇവിടെ കട്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഇതിന് പോസിറ്റീവാണ് IC-ന്ന് വരുന്നത്. അതിനെക്കൊണ്ട് ഇവിടെ ഗ്രൗണ്ടെല്ലാം ഒരുമിച്ച് നമ്മൾ സോൾഡർ ചെയ്തിട്ടുണ്ട്. LED-ൻ്റെ ഇതുപോലെ ഇങ്ങനെ സോൾഡർ ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കണക്ഷനുകൾ എങ്ങനെ നോക്കാം. നമ്മളിതിന് വേണ്ടിയിട്ട് 4 10K റെസിസ്റ്ററാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അത് 3 ഇവിടെ ഗ്രൗണ്ടിൽ നമ്മൾ സോൾഡർ ചെയ്തിട്ടുണ്ട്. ഒരെണ്ണം പോസിറ്റീവിലും സോൾഡർ ചെയ്തു. ഇതിൽ ഒരെണ്ണം നമ്മൾ 11-ാം നമ്പർ, ഏത് ട്രാൻസിസ്റ്ററായാലും കുഴപ്പമില്ല, 11-ാം നമ്പർ പിന്നിലേക്കും, ഒരെണ്ണം 12-ാം നമ്പർ പിന്നിലേക്കും, ഒരെണ്ണം 14-ാം നമ്പർ പിന്നിലേക്കും. അന്നേരം 13 ഒഴിവാണ്. അതിലേക്ക് നമ്മൾ ഡയറക്റ്റ് ഗ്രൗണ്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിനെ കണക്ട് ചെയ്ത്. സിമ്പിളാണ്, ഇതൊന്ന് മനസ്സിലാക്കി നമുക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ സ്വിച്ച് 4 സ്വിച്ച് ഇതുപോലെ ചെയ്തിട്ടുണ്ട്. ഇത് സ്വിച്ച് ഇങ്ങനെ ചെയ്യാൻ കാരണം ഇത് ഞാൻ മറ്റൊരു SMD സർക്യൂട്ടിൽ നിന്ന് റീസോൾഡർ ചെയ്തെടുത്ത സ്വിച്ചുകളാണ്. അതിനെക്കൊണ്ട് ഇതിൻ്റെ കാല് നീളം കുറഞ്ഞതുകൊണ്ട് ഇവിടെ കൊടുക്കാൻ സാധിച്ചില്ല. അപ്പോൾ ഇങ്ങനെ ഇതിൻ്റെ 2 പിന്ന് മേലെ ഒരേ ലൈനിൽ ഇങ്ങനെ പോസിറ്റീവ് കണക്ഷന് വേണ്ടിയിട്ട് ഇത് കട്ടാക്കാതെ ഇങ്ങനെ ഡയറക്റ്റായിട്ട് സോൾഡർ ചെയ്തതിന് ഇവിടെ ഒരു പിന്നെ ഈ 16-ാം നമ്പർ IC-ന്നാണ് പോസിറ്റീവ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിവിടെ ഇങ്ങനെ വന്നിട്ട് ഈ സ്വിച്ചിൻ്റെ കണക്ഷൻ ഇവിടെ കട്ട് ചെയ്തു. ഈ സ്വിച്ചിൻ്റെ കണക്ഷൻ ഇവിടെയും കട്ട് ചെയ്തു. ഇതിൻ്റെ ഇവിടെയും കട്ട് ചെയ്തു. അങ്ങനെ 3 കട്ടിങ് ഇതിൽ കൊടുത്തിട്ടുണ്ട് സെൻറ്ററിൽ 4 സ്വിച്ചിന്. ഇത് ഫസ്റ്റ് സ്വിച്ച് ഇതാണ്. ഇതിൻ്റെ കണക്ഷൻ നമ്മൾ കൊടുക്കേണ്ടത് 11-ാം നമ്പർ പിന്നിലേക്കും, രണ്ടാമത്തെ 14-ാം നമ്പർ പിന്നിലേക്കും, ശ്രദ്ധിച്ച് കേൾക്കണം, 14-ാം നമ്പർ പിന്നിലേക്കും, മൂന്നാമത്തേത് 12-ാം നമ്പർ പിന്നിലേക്കുമാണ് കൊടുക്കേണ്ടത്. ഇത് റീസെറ്റിനുള്ളത് അത് 10-ാം നമ്പർ പിന്നിലേക്കും. ഞാൻ എൻ്റെ കണക്ഷൻ ഒന്ന് കാണിച്ചു തരാം. ഇത് 11 കൊടുക്കണം. 9, 10, 11. അത് ഇവിടെ മൂന്നാമത്തെ പിന്നിൽ, സൈഡിൽ മൂന്നാമത്തെ പിന്നിൽ
കണക്ഷൻ. ഇവിടെ ഒന്നും ബീഫ് മ്യൂസിക് വരുന്നില്ല. ഇനി ഇത് രണ്ടാമത്തേത് 14ക്ക് ആറൊരു പിന്നിൽ ഈ സൗണ്ട് വരില്ല. ഇതിനൊക്കെയാണ് ചെയ്യേണ്ടത്. നിങ്ങൾ എങ്ങനെ ചെയ്യാനോ ഇതുപോലെ നോക്കി ചെയ്താൽ മതി. ഇത് ശ്രദ്ധിച്ച് കേട്ടാലേ ഇത് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയൂ. ഇത് 12ാം നമ്പറിലേക്ക്, മൂന്നാമത്തെ 12ാം നമ്പറിലേക്ക് ഇതൊക്കെ കറക്റ്റാണ്. ഇനി ഇത് 10ക്ക് റീസെറ്റിനുള്ള ഞാൻ പറഞ്ഞില്ലേ, അത് 10ക്ക് അതും കറക്റ്റാണ്. പിന്നെ പോസിറ്റീവ് ഇവിടെയൊക്കെ പോസിറ്റീവാണുള്ളത്. ഈ മേലെ വരിയിൽ മുഴുവൻ പോസിറ്റീവാണ്. പോസിറ്റീവ് ഇവിടെ നമ്മൾ 16ാം നമ്പർക്ക് കൊടുത്തിട്ടുണ്ട്. അത് റെഡിയാണ്. അപ്പോൾ ഈ സ്വിച്ച് ഞെക്കി പിടിച്ചാൽ ഇവിടുന്ന് ഈ പോസിറ്റീവ് ഇങ്ങോട്ട് വരും. നമ്മൾ 14ാം നമ്പറത്ത് നോക്കാം. ഇതിവിടെ പോസിറ്റീവിൽ വെച്ചു. എന്നിട്ട് പോസിറ്റീവിൽ വെച്ചതിന് ശേഷം ഇത് ഞെക്കി പിടിച്ച് 14ാം നമ്പറിൽ ഓണായി. ഇവിടെ വിട്ടാൽ അതിൽ വരില്ല. അതാണ് ഇതിൻ്റെ സെറ്റിങ്സ് മൊത്തം. അപ്പോൾ നിങ്ങൾ കാര്യങ്ങളൊക്കെ ഏറെക്കുറെയൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കണം. ഇനി കുറേ ചെയ്യാനുള്ളത് ഈ സ്വിച്ചുകളിലാണ്. ഞാൻ കണക്ഷൻ കൊടുത്തിട്ട് കാണിക്കാം. അപ്പോൾ ഇതുപോലുള്ളൊരു സ്വിച്ചാണ് നമ്മൾ ഇതിനായിട്ട് ഉപയോഗിക്കുന്നത്. ഇതിങ്ങനെ ഞെക്കി പിടിച്ചാൽ മാത്രമേ ഇത് സ്വിച്ചായി കിടക്കുകയുള്ളൂ. +1 സ്വിച്ചാണ്. ഇതിന് ഇവിടെ ഇങ്ങനെ ഇത് നീളം കുറഞ്ഞ ഭാഗം, ഈ രണ്ട് ഭാഗം, ഇത് രണ്ട് പിന്നാണ് സ്വിച്ചായിട്ട് വർക്ക് ചെയ്യുന്നത്. ഇത് രണ്ടും ഡയറക്റ്റാണ്. അതുപോലെ തന്നെ ഈ സൈഡും അതുപോലെ തന്നെയാണ്. നമ്മളിങ്ങനെ സോൾഡർ ചെയ്യുമ്പോൾ ഇതിന് 2 പിന്നുക്കും പോസിറ്റീവ് കൊടുത്തിട്ട് ഇപ്പുറത്തെ 2 പിന്നെന്നാണ് നമ്മൾ IC കൊടുക്കേണ്ടത്. ഇങ്ങനെ ചെയ്താൽ മതി. ഇതെല്ലാവർക്കും അറിയാവുന്ന, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ കണക്ഷനും വർക്കുകളും എല്ലാം തീർന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് നമ്മൾ ഈ രണ്ടാമത്തെ സ്വിച്ച് ഒന്ന് ഞെക്കി പിടിച്ചിട്ട് മേലത്തെ സ്വിച്ച് ഒരു തവണ അമർത്തി കൊടുക്കുക. എന്നിട്ട് മൂന്നാമത്തെ സ്വിച്ച് ഒന്ന് ഞെക്കുമ്പോൾ ഒരു LED കത്തി. ഇനി LED മാറ്റി മാറ്റി ആക്കണമെങ്കിൽ മേലത്തെ സ്വിച്ച് മാത്രം, ഇനി ഇതിൻ്റെ മേലത്തെ സ്വിച്ച് ഒരു പ്രാവശ്യം ഞെക്കിയിട്ട് മൂന്നാമത്തെ സ്വിച്ച് ഞെക്കുക. ആ ലൈറ്റ് മാറി രണ്ടാമത്തെ ലൈറ്റിലേക്ക് വന്നു. അപ്പോൾ നിങ്ങൾക്ക് കാണാം രണ്ടാമത്തെ LED ആണ് കത്തിയത്. പിന്നെ അതുപോലെ തന്നെ മേലത്തെ ഒന്നും കൂടെ ഞെക്കിയാൽ, മൂന്നാമത്തെ ഞെക്കി കൊടുത്താൽ LED മാറി. ഒന്നും കൂടെ അതുപോലെ ചെയ്താൽ ഇത് മാറും. എല്ലാ LED മാറി മാറി കഴിഞ്ഞ് ഇത് ഓഫായി പോയി. ഇനി നമുക്ക് 2 LED ഒരുമിച്ച് കത്തണമെങ്കിൽ എന്ത് ചെയ്യുക, ഈ രണ്ടാമത്തെ സ്വിച്ച്, അതായത് ഇത് 14ാം നമ്പർ പിന്നെമത്തെ സ്വിച്ചാണ് രണ്ടാമത്തെ, അത് ഞെക്കി പിടിച്ചിട്ട് 11ാം നമ്പറത്തെ ഏറ്റവും മേലത്തെ ഈ സ്വിച്ച് 2 പ്രാവശ്യം ഞെക്കിയാൽ മതി. ഞെക്കി വിടുക. എന്നതിൻ്റെ ശേഷം ഈ പ്രസ് ചെയ്ത് പിടിച്ചിരിക്കുന്ന ബട്ടൺ വിട്ടെടുത്തിട്ട് മൂന്നാമത്തെ സ്വിച്ച് ഞെക്കിയാൽ 2 LED ആയി. ഇനി അത് രണ്ടും കീപോട്ട് കൊണ്ടുവരണമെങ്കിൽ മുകളിലത്തെ സ്വിച്ച് ഒന്ന് ഞെക്കിയിട്ട് മൂന്നാമത്തെ സ്വിച്ച് ഞെക്കിയാൽ അത് താഴോട്ട് വന്നു. ഒരു LED ഓഫായി, രണ്ടാമത്തെ LED കത്തി. അതുപോലെ ഇങ്ങനെ ചെയ്താൽ ഇതിങ്ങനെ വരും. ഇതിപ്പോൾ നമ്മൾ ചെയ്യണത് എന്തിനാ പറഞ്ഞാൽ, ഇത് ഇപ്പോൾ നമ്മൾ പല യൂട്യൂബ് ചാനലിലും കണ്ടിട്ടുണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ വിചാരിക്കുക എന്താ അതുകൊണ്ടൊരു കാര്യം. അതല്ല, ഇത് നമുക്ക് 8 സ്വിച്ചായിട്ട് ഉപയോഗിക്കാം. അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ സിമ്പിളായിട്ടൊന്ന് കാണിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇത് പല സെറ്റിങ്സ് കൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ ചെയ്ത് മനസ്സിലാക്കാം. ഇത് നമ്മളൊരു ഓൺ ഓഫ് സ്വിച്ച് വെച്ചാൽ നമുക്ക് ആ സ്വിച്ച് ഒന്ന് ഓൺ ആക്കിയിട്ട് ഈ സ്വിച്ച് എത്ര പ്രാവശ്യം ഞെക്കേണ്ടത് വെച്ചാൽ അത് ഞെക്കിയാൽ മതി. അന്നേരം ഞെക്കി പിടിക്കേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ ഞാൻ ഓൺ ഓഫ് സ്വിച്ച് അല്ല, ഇത് +1 സ്വിച്ചാണ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഞെക്കി പിടിക്കേണ്ടതുണ്ട്. മുകളിലത്തെ സ്വിച്ചിൻ്റെ മോഡ് മാറ്റുമ്പോൾ 3 വട്ടം ഞെക്കി നോക്കി. ഇനി മൂന്നാമത്തെ സ്വിച്ച് ഒന്ന് ഞെക്കി നോക്കാം. ഇപ്പോൾ മുകളിലത്തെ 3 ലൈറ്റ് ഒരുമിച്ച് കത്തി ഉണ്ടല്ലേ. ഇനി ഇത് താഴോട്ട് കൊണ്ടുവരണമെങ്കിൽ അതുപോലെ തന്നെ മേലത്തെ സ്വിച്ച് ഞെക്കിയിട്ട് മൂന്നാമത്തെ സ്വിച്ച്, അപ്പോൾ ഒരു LED ഓഫായിട്ട് അടിയത്തെ 3 കത്തി. അങ്ങനെ ഒന്ന് വീതമാണ് കത്തേണ്ടത്. ഏത് LED ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ LED നമുക്ക് ഇതുകൊണ്ട് വർക്ക് ചെയ്യണം. അന്നേരം നമ്മളൊരു ലൈറ്റിന് സ്വിച്ചാക്കി ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ഏത് ലൈറ്റാണ് കത്തിക്കേണ്ടത് അത് ഓഫാക്കാനൊക്കെ ഇതിൽ ചെയ്യാൻ കഴിയും. മോഡ് ബട്ടനാണ് ഇത്. ഈ രണ്ടാമത്തെ ബട്ടൺ അത് 14ാം നമ്പർ പിന്നെന്നാണ്. പിന്നെ ഓൺ ഓഫിൻ്റെ ആണ് ഇത് 11ാം നമ്പറത്തെ
പിന്നെ ഐസിൻ്റെ പിന്നത്തെ ബട്ടണിലേക്ക് കൊടുത്തിട്ടുള്ളത് മൂന്നാമത്തെ ബട്ടനാണ്. ഇത് നമുക്കിങ്ങനെ മാറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് ഞെക്കിയിട്ട് നമുക്കതിങ്ങനെ LED താഴോട്ട് വരും. അപ്പം ഇനി അടുത്ത് നമുക്കിത് സ്വിച്ചായിട്ട് എങ്ങനെയായി പറഞ്ഞല്ലോ, ഈ വീഡിയോ ആദ്യ അവസാനം വരെ കണ്ടാലേ നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ. കാരണം ഞാൻ സോൾഡർ ചെയ്യണതൊന്നും ഇതിൽ ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല. കാരണം വെച്ചാൽ അതൊക്കെ വെറും വേസ്റ്റ് ടൈമാണ്. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പം നമുക്കിതിന് ഒരു സ്വിച്ചായിട്ട് എങ്ങനെ ഇത് വർക്ക് ചെയ്യിക്കുക എന്നുള്ളതാണ് നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ സ്വിച്ചിങ് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ ട്രാൻസിസ്റ്റർ ഉപയോഗിച്ച് ഒരു ലൈറ്റ് എങ്ങനെ ഇതുകൊണ്ട് കത്തിക്കുക എന്നുള്ള ഇതാണ് ഇനി കാണിക്കാൻ പോകുന്നത്. ഇപ്പോൾ നമ്മളൊരു NPN ട്രാൻസിസ്റ്ററാണ് എടുത്തിട്ടുള്ളത്. അതായത് VD139 എന്ന ട്രാൻസിസ്റ്ററാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമ്മളൊരു 1Kയുടെ റെസിസ്റ്ററാണ് ഇതിൻ്റെ ബേസ് കൊടുത്തത്. അത് മൂന്നാം ICയുടെ 4ാമത്തെ പിന്നിലാണ് കൊടുത്തിട്ടുള്ളത്. 4ാമത്തെ LED-ക്കാണ് ആ റെസിസ്റ്റർ കൊടുത്തത്. ഇതിന്മേൽ നമ്മൾ ഈ റെസിസ്റ്റർ മാത്രമേ കൊടുക്കേണ്ടതുള്ളൂ. ബാക്കിയുള്ള കണക്ഷൻ ഇതിന്മേന്ന് ഗ്രൗണ്ട് നേരിട്ട് ട്രാൻസിസ്റ്ററുടെ കലക്ടറിലേക്ക് കൊടുത്തു. അതുപോലെ തന്നെ അതിൻ്റെ എമീറ്ററിന്ന് നമ്മൾ ഈ LED-ക്ക് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പോസിറ്റീവ് നേരിട്ട് LED-ക്കും കൊടുത്തു. കാണുന്നില്ല. ഇത് പോസിറ്റീവ് നേരിട്ട് LED-ക്ക് കൊടുത്തു. ഇതിൻ്റെ എമീറ്ററിന്ന് ഒരു വയറ് ആണ് നമ്മൾ ഈ LED കൊടുത്തത്. എൻ്റെ അടുത്ത് ഇത്ര ഉള്ള LED ഇപ്പോൾ ഉള്ളൂ, 4 വോൾട്ടിൻ്റെ. അതുകൊണ്ടാണ് ഇത് കാണിക്കേണ്ടത്. ഇതിലും വലിയ 4 വോൾട്ടിൻ്റെ ഇതൊക്കെ ഇതിൽ വർക്ക് ചെയ്യിക്കുക. 12 വോൾട്ടിന് വർക്ക് ചെയ്യുകയാണെങ്കിൽ കണക്ഷനുകളൊക്കെ മാറ്റേണ്ടതുണ്ട്. അപ്പം ഇനി ഇത് നമ്മൾ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നാണ് അടുത്തത് നമ്മൾ നോക്കുന്നത്. 1ാം നമ്പർ LED കത്തി. ഇനി മേലത്തെ ബട്ടൺ ഞെക്കിയാൽ 2 കത്തും. ഒന്നും കൂടെ ഞെക്കിയാൽ 3 കത്തും. 4ാമത്തെ നിൽക്കുമ്പോഴാണ് നമ്മുടെ ഈ LED പ്രകാശിക്കുക. നന്നായി കത്തിയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് വലിയ LED ഒക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കണക്ട് ചെയ്യാവുന്നതാണ്. എൻ്റെ അടുത്ത് ഇത് മാത്രമേ ഉള്ളൂ. ഇനി നമുക്കിത് ബസറിന് കൊടുക്കാം. എന്തിനു വേണമെങ്കിലും മോട്ടറിന് കൊടുക്കുക, ബസറിന് കൊടുക്കുക. അത് നമുക്ക് 8 സ്വിച്ചായിട്ട് ഉപയോഗിക്കാം. അതിപ്പോൾ കാണിക്കാൻ വേണ്ടിയിട്ട് ഒറ്റ സ്വിച്ച് ഉപയോഗിച്ചിട്ടുള്ളൂ. 8 സ്വിച്ച്, 8 LED വേണമെങ്കിൽ LED ലൈറ്റ് വേണമെങ്കിൽ അങ്ങനെ കൊടുക്കുക. മോട്ടർ കൊടുക്കുക. അതിനനുസരിച്ച് നമ്മൾ പവറിൻ്റെ ആംബിയർ കൂട്ടി കൊടുക്കേണ്ടി വരും. അത്രയേ ഉള്ളൂ. ഈ ICക്ക് യാതൊരു കാരണവശാലും 4 വോൾട്ടിൽ കൂടുതൽ കൊടുക്കരുത്. നല്ലോണം ചൂടാവും. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. 5 വോൾട്ട് വരെ മാക്സിമം കൊടുക്കുക. എന്നാലും 1 ആംബിയറിൽ കൂടാൻ പാടില്ല. അപ്പോൾ അത് കേടായി പോകും IC. ഇനി നമുക്കിതൊന്ന് ഓഫാക്കി നോക്കാം അല്ലേ. ഓഫായി. ഇനി അതേപോലെ റിട്ടേൺ വരുമ്പോൾ പിന്നെയും കത്തും. ഓക്കെയാണ്, കത്തിയിട്ടുണ്ട്. ഇനി ഓഫാക്കാം. ഓഫായി. ഇനി ബസറൊന്ന് പരീക്ഷിക്കാം. അപ്പോൾ നമ്മൾ ആ LED-മെന്നുള്ള കണക്ഷൻ എടുത്തിട്ട് നേരെ ബസർമ കൊടുത്തു. ബസർമ കൊടുക്കുമ്പോൾ പ്ലസും മൈനസും നോക്കി കൊടുക്കേണ്ടതുണ്ട്. ഇതിന് 2 ലെഗുള്ള, ഒരു ലെഗ് ചെറുതും ഒരു ലെഗ് വലുതുമാണ്. വലുത് പോസിറ്റീവും ചെറുത് നെഗറ്റീവും. അതുപോലെ തന്നെ ഇവിടെ പോസിറ്റീവിനെ അടയാളപ്പെടുത്തിയിട്ടുമുണ്ട്. നിങ്ങൾക്കത് നോക്കി ചെയ്യാവുന്നതാണ്. ഇനി നമുക്കിതിൻ്റെ വർക്കിംഗ് നോക്കാം അല്ലേ. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ 4ാം നമ്പർ IC പിന്നെന്നാണ് നമ്മളത് കൊടുത്തേക്കുന്നത്. നോക്കാം. രണ്ടായി, 3ആയി, 4ാമത്തെ നോക്കിക്കോളൂ. ഇപ്പോൾ ബസറടിക്കും. ഓക്കെ, വെരി ഗുഡ്. ഇനി നമ്മളിതൊന്നും കൂടി ഞെക്കിയാൽ ബസർ ഓഫായി. ഇങ്ങനെ എത്ര സ്വിച്ച്, 8 സ്വിച്ച് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. നിങ്ങൾ പരീക്ഷിക്കണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഇതൊരു ഇലക്ട്രോണിക്സ് വീഡിയോ ആയതുകൊണ്ട് ജനപ്രിയ വീഡിയോ അല്ലല്ലോ. അപ്പോൾ തന്നെ നമുക്ക് നിങ്ങളിത് ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇത് വീഡിയോ മുന്നോട്ട് പോവുള്ളൂ.